ഒരുപാട് അല്ലലും അലച്ചിലുമായിട്ട് നമ്മൾ ജീവിതം ഇങ്ങനെ മുന്നോട്ട് തള്ളി നീക്കുമ്പോൾ സമയം എങ്ങനെയാണ് കളയുന്നത് എന്ന് പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. രാത്രി നേരങ്ങളിലൊക്കെ തന്നെ ഉറക്കം വരാതെ കിടക്കുമ്പോൾ ഞാൻ അവലംബിക്കുന്നത് ദാസേട്ടനെ വീണ്ടും കേൾക്കുക എന്നുള്ളത്. ദാസേട്ടൻ്റെ സംഗീതത്തിൽ ഞാൻ കുറച്ചുകൂടി രമിച്ചു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് പ്രോഗ്രാംസ്, അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ സംഗീതം, കർണാട്ടിക് മ്യൂസിക്കുള്ള അദ്ദേഹത്തിൻ്റെ അവഗാഹം, സിനിമയിൽ അദ്ദേഹം പാടിയ അപൂർവ പാട്ടുകൾ, ദേവരാജ മാഷിൻ്റെ പാട്ടുകൾക്ക് അദ്ദേഹം കൊടുക്കുന്ന പ്രത്യേക ഒരു കുനിപ്പും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ എൻ്റെ മനസ്സ് അതിൻ്റെ ആഴങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഒരു വല്ലാത്തൊരു അഡിക്ഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ദാസേട്ടൻ്റെ ഒരു അഡിക്റ്റ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഒരു തിരിച്ചു നടപ്പാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലേക്ക്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ചില ഷോർട്സുകളോട് കടക്കുമ്പോഴാണ് മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഞാൻ ആ സിനിമ കണ്ടോന്ന് എനിക്കറിയില്ല, ഏത് സിനിമയിലാണ് ലാലേട്ടൻ ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ വലിയൊരു ജീവിത യാഥാർത്ഥ്യം ആ ഡയലോഗിൽ ഒളിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അത് എഴുതിയ തിരക്കഥാകൃത്തിൻ്റെ ചോരയിൽ കിനിയുന്ന വാക്കുകളാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജീവിതത്തെക്കുറിച്ച് നമുക്ക് കണ്ണാടി പിടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില കടുത്ത അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഊളിയിട്ട് വരും. അപ്പോൾ ആദ്യം നമുക്ക് ലാലേട്ടൻ്റെ ആ കിടിലൻ ഡയലോഗ് ഒന്ന് കേൾക്കാം. ആരോട് വേണമെങ്കിലും ഞാൻ ക്ഷമിക്കും, പക്ഷെ നിന്നോടതുണ്ടാവില്ല. നിന്നെ തിരിച്ചറിയാതെ പോയത് നിന്നെ ഞാൻ അത്രയേറെ സ്നേഹിച്ചിരുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വളർച്ചയ്ക്കിടയിൽ, നിങ്ങളുടെ യാത്രയ്ക്കിടയിൽ, ജീവിത പന്താവിൽ നിങ്ങൾ കണ്ടുമുട്ടിയ പല ദുഷ്ടബുദ്ധികളും നിങ്ങൾക്ക് ഓർമ്മ വരും ഇദ്ദേഹത്തിൻ്റെ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ. നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകും. നമ്മുടെ കൂടെ നിന്ന് നമ്മളെ കൊലയ്ക്ക് കൊടുക്കുമ്പോഴോ നമ്മളെ പിന്നിൽ നിന്ന് കുത്തുമ്പോഴോ നമുക്കറിയാതെ പോകും. കാരണം എന്താ അറിയോ, നമ്മൾ അവരെ അത്ര കൂടുതൽ സ്നേഹിക്കുന്നു. സംശയത്തിൻ്റെ ഒരു പൊടിപടലവും ആ ബന്ധത്തിൽ ബാധിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഒരാൾ നമ്മൾ ആഴത്തിൽ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ, സ്നേഹത്തിൻ്റെ ഒരു നല്ല നീർച്ചാലുകൾ ഇങ്ങനെ ഒഴുകി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ അങ്ങ് പൂട്ടുന്നത്. നമുക്ക് അന്ധതയാ, പിന്നെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ നാട്ടുകാർ മുഴുവൻ പറയും, ഇയാൾക്ക് ഇത്രയും ലോകപരിചയമുള്ളയാൾ, ഇത്രയും ആൾക്കാരുമായി ബന്ധമുള്ള ആൾ, ഇയാൾക്ക് ഇത് എന്ത് പറ്റി, ഇവനെപ്പോലെ ഒരു വൃത്തികെട്ടവനെ വിശ്വസിച്ച് നടക്കാൻ എന്ന് ആളുകൾ ചോദിക്കും. അതിൽ കഴമ്പില്ല. കാരണം നമ്മൾ എത്ര ലോകപരിചയമുണ്ടെങ്കിലും, എത്ര ആളുകളുമായി ബന്ധമുണ്ടെങ്കിലും, നമ്മുടെ കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നിൽക്കുന്നവനെ മനസ്സിലാവില്ല. കാര്യം സ്നേഹം കൊണ്ട് നമ്മുടെ കണ്ണിലൊരു അന്ധത വന്ന് മൂടുകയാണ്. അപ്പോൾ ആ അന്ധത വന്ന് മൂടുന്ന സമയത്ത് നമ്മൾ എല്ലാം പാലായിട്ട് നമുക്കൊന്ന് വെളുത്തിരിക്കും എല്ലാം. അങ്ങനെ വെളുത്ത അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇവരെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായി എൻ്റെ ആത്മകഥയിൽ പ്രതിപാദിക്കും എന്ന് മാത്രം ഞാൻ പറയാം. ഒരിക്കൽ കൂടി ഞാൻ പറയും, ഞാൻ ആദ്യം പറഞ്ഞ ഡയലോഗിനോട് ഞാൻ യോജിക്കുന്നില്ല. നിന്നോട് ഞാൻ ക്ഷമിക്കില്ല എന്നുള്ളത്. കാര്യം ക്ഷമിക്കേണ്ടി വരും നമ്മൾ. അതേസമയം നമ്മൾ എന്തുകൊണ്ട് തിരിച്ചറിയാതെ പോയി എന്നുള്ള കാര്യം, നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി, അതുകൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞില്ല. എൻ്റെ കൂടെ കൂടിയ ആൾക്കാരെക്കുറിച്ചും ലാലേട്ടൻ്റെ അതേ ഡയലോഗിൽ ഞാൻ ഓർമ്മിക്കുന്നു.